വണക്കം, നമസ്കാരം, സത് ശ്രീ അകാൽ. ഞാൻ നിങ്ങളുടെ മോട്ടീവ് ഫൈൻഡർ കങ്കുവ. ഞാൻ ഇന്ന് സിനിമ തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു. തിയേറ്ററിന്റെ ഒരു 10% പോലും ആൾക്കാര്, അല്ല, സീറ്റിംഗ് കപ്പാസിറ്റിയുടെ ഒരു 10% പോലും ആൾക്കാര് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം സൂര്യ ഫാൻസ് അസോസിയേഷൻ ആൾക്കാർ പോലും കണ്ടാവുമെന്ന് വിചാരിച്ചു. പ്രതീക്ഷിച്ച പോലെ തന്നെ ചിത്രം എനിക്ക് അത്ര താല്പര്യമായി ഇഷ്ടപ്പെട്ടില്ല. 300-350 കോടി ബഡ്ജറ്റില് ബോബി ഡിയോളൊക്കെ അഭിനയിച്ചു. ഒരു കോമിക് ആക്ഷൻ ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു കാറ്റഗറിയിൽ അവരത് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല, ആം, മൊത്തം ഒരു കൺഫ്യൂഷൻ അടിക്കുന്നതും എന്താ കഥയെന്ന് മനസ്സിലാവാണ്ട് പോകുന്നതും അവസാനം ക്ലൈമാക്സിൽ എന്തോ കാട്ടിക്കൂട്ടുന്നതും ഒക്കെ. ഞാനത് സിനിമയെ കുറിച്ച് കൂടുതൽ സ്ക്രീൻ പ്ലേ പറയാനോ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാനോ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. 300-350 കോടി ബഡ്ജറ്റ് ഇപ്പൊ ആ കളക്ഷൻ ഇരിക്കണ ഏകദേശം ഒരു 40 കോടിക്ക് കളക്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറയണം. ആരും എന്തൊരു ഒരു ദേവിശ്രീ പ്രസാദിന്റെ എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു രീതിയിലാണ് പല സിനിമകളുടെയും കോപ്പി ആയിട്ടുള്ള മ്യൂസിക്, അനിരുദ്ധിന്റെ ഒക്കെ മ്യൂസിക് കോപ്പി അടിച്ചേക്കണ പോലെ ഒരു ഫീലിംഗ് തോന്നിയായിരുന്നു. കോപ്പി കാറ്റ് എല്ലാവരും ചെയ്യാറുണ്ട്, പക്ഷെ അവരവരുടേതായ രീതിയിൽ അത് ചെയ്യുമ്പോൾ വളരെ നല്ല സൂപ്പർബ് ആയിരിക്കും. ഇപ്പൊ അതായത് ഇളയരാജയുടെ മ്യൂസിക് യുവൻ ശങ്കർ രാജ ചെയ്യുമ്പോൾ അടിപൊളിയാ. ആം, വലിയ വ്യത്യാസമൊന്നും തോന്നാത്ത രീതിയിൽ നല്ല സൂപ്പർബായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് എന്തോ ഹാർഡ് ടു ഡൈജസ്റ്റ് എന്നൊക്കെ പറയണ മാതിരി തന്നെയാണ്. ഒരു ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നി. സൂര്യ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ സംഭവം എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഇല്ലാണ്ടായി പോയി. ശിവ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡയറക്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പടം ഒരു ഡയറക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ അനാവശ്യമായ ആക്ഷൻ രംഗങ്ങളും പഠിപ്പിക്കുന്ന രീതിയിൽ രണ്ട് 2 മണിക്കൂർ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി എന്ന് തോന്നുന്ന പോലെ തോന്നി. എന്റെ ഒപ്പം ഇരുന്ന കുറച്ച് പേര് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഒരു ക്ലൈമാക്സ് ഒന്നും നോക്കാൻ കണ്ട് തന്നെ ഇറങ്ങി പോകുന്നതും കണ്ടു. ഇതൊരു റിവ്യൂ ആയിട്ട് കണക്കാക്കണ്ട. 300-350 കോടി രൂപ വെറുതെ കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി പെട്ടെന്ന് തന്നെ OTT പ്രതീക്ഷിക്കാം, അധികം താമസമൊന്നും വേണ്ട. സൂര്യ വിഷമപ്പെടുത്തിയത് സൂര്യ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമ സെലക്ട് ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ടുള്ള ഒരു ഘടകമാണ്. എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. ഞാൻ നിങ്ങളുടെ മോട്ടീവ് ഫൈൻഡർ. താങ്ക് യു വെരി മച്ച്.